ഹായ് ഓൾ, വെൽക്കം ടു ഫോർ മൈ ഫുട്ബോൾ പോഡ്കാസ്റ്റ്. ഹലോ, കുറെ കാലമായി കണ്ടിട്ടില്ലേ? വെൽക്കം ബാക്ക്. ഒരുപാട് നാളായി അല്ലേ? യെസ്, ടൈം കിട്ടും. എന്ത് പറ്റിയെന്ന് പ്രേക്ഷകരോട് പറയണ്ടേ? പറയണം. എന്താ പറ്റിയത്? രാമൻജിക്ക് എന്താ പറ്റിയത്? തിരക്കായിരുന്നു. എനിക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷേ പേഴ്സണൽ ഇഷ്യൂസും തിരക്കൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോസ് ഇതുവരെ ചെയ്യാതെ ഇരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ നമ്മുടെ സ്റ്റൈലിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ലേറ്റ് ആയിട്ട് തന്നെ വരൂ. ഇതും ലേറ്റ് ആയിട്ട് തന്നെ വരൂ. ഭയങ്കര ഇവന്റ്ഫുൾ മന്ത് ആയിരുന്നു അല്ലേ? 2 മാസം കുറെ ആയി. നമ്മുടെ SLK വിജയകരമായി കംപ്ലീറ്റ് ചെയ്ത കാര്യം പറയണ്ടേ? അതെ അതെ, SLK കംപ്ലീറ്റ് ചെയ്തു. SLK ലൈക്ക് ലാസ്റ്റ് മാച്ച് ഫൈനലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലൈക്ക് സ്റ്റേഡിയം എത്ര ഫുൾ പാക്ഡ് ആവും. സ്റ്റേഡിയം വാസ് ഫുള്ളി പാക്ഡ്. പുറത്ത് ആൾക്കാരുണ്ടായിരുന്നു വീണ്ടും കയറാനൊക്കെ. ടിക്കറ്റ്സ് ഉണ്ടായി, കയ്യിലുണ്ടായിട്ടും പുറത്ത് കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ ആൾക്കാർ ഇവിടെ കേരളത്തിലൊക്കെ ഒരു ഫൈനൽ വന്ന ആൾക്കാർ ഇടിച്ചും കയറും. അതാണ് ഒരു ക്വാളിറ്റി മാച്ചും കാര്യങ്ങളും കേരളത്തിൽ കൊണ്ടുവന്നാൽ അല്ലെ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഫുട്ബോളിങ് എക്സ്പീരിയൻസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആൾക്കാർ വരും. ഡെഫിനറ്റ്ലി ആൾക്കാർ വരും, സപ്പോർട്ട് ചെയ്യും. അതിന്റെ തെളിവാണ്. പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ഫൈനലുമായിരുന്നു. ഇഞ്ച് പോരാട്ടം, അത്യാവശ്യം കട്ടക്കിലെ ഫൈനലായിരുന്നു. നൈസ് ഗെയിം, നല്ല കളിയായിരുന്നു. ഫെയർ ഗെയിം ആയിരുന്നു. ചെറിയ അതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഫസ്റ്റ് സീസൺ ആണ്. ഒരുപാട് പ്രശ്നങ്ങളും എല്ലാ ആംഗിളിലും നോക്കണല്ലോ. ഓവറോൾ ആസ് എ ടൂർണമെന്റ് ഇറ്റ് വാസ് എ ഗുഡ്, വെരി ബിഗ് സക്സസ്ഫുൾ ടൂർണമെന്റ്. ടൂർണമെന്റിന് ശേഷം കേരളം നമ്മുടെ സന്തോഷ് ട്രോഫിയൊക്കെ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. അതിൽ ഓരോ പ്ലേയേഴ്സിനൊക്കെ ഇതിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രല്ല ഫൈനലില് ഭയങ്കര അങ്ങ് വൈറലായി. മറ്റേ ബേസിൽ ജോസഫിനെ കൈ കൊടുക്കുന്ന ആ സീൻ ഭയങ്കര ട്രോള് രീതിയിലും വന്നു. എല്ലാ സെലിബ്രിറ്റീസും എല്ലാ ഓണേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു അന്ന്. ലൈക്ക് പ്രോപ്പർ ഒരു ലൈക്ക് നമ്മളിതുവരെ കേരളത്തിൽ അങ്ങനത്തെ ഒരു ഫൈനലൊന്നും കണ്ടില്ലല്ലോ. ISL ആണെങ്കിൽ നമ്മൾ ഒരുപാട് നാളായി വെയിറ്റ് ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും ഫൈനലെത്തി ഇവിടെ ഒരു ഫൈനലൊക്കെ കാണാൻ ഇവിടെ വന്നിട്ട് കുറച്ച് വർഷമായി. അപ്പം ആ ഒരു രീതിയിൽ ഇറ്റ് വാസ് ലൈക്ക് വെരി സക്സസ്ഫുൾ. പിന്നെ SLK അത് നടത്തിയ രീതി കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് ആയിരുന്നു. ഒരു ഗ്രാൻഡ് ടൂർണമെന്റ് തന്നെ ആയിരുന്നു. ആകെയുള്ള കുറവെന്ന് പറഞ്ഞാൽ മാച്ചസിന്റെ എണ്ണമാണ്. അതും ഒരേ ടീം എത്ര പ്രാവശ്യം നമ്മള് ഫ്രാഞ്ചൈസീസ് അല്ലേ? ഇല്ല, നെക്സ്റ്റ് സീസൺ എനിക്ക് തോന്നുന്നു ആഡ് ഓൺസ് ആവും. കേരളത്തിലെ എല്ലാ ജില്ലയും വരാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് സം ലൈക്ക് ഗുഡ് മാച്ചസ് ആൻഡ് ഗുഡ് ഫ്രാഞ്ചൈസീസ് കം ഇൻ. ഈ ടൂർണമെന്റ് കുറച്ചും കൂടി എക്സ്പാൻഡ് ആവും. വെരി മൾട്ടിപ്പിൾ ലൈക്ക് ഈ ടൂർണമെന്റ്സിന്റെ തന്നെ ലൈക്ക് ഡിവിഷൻസ് വരണം. എന്നാലൊക്കെയാണ് ലൈക്ക് അതൊരു പ്രോപ്പർ ലീഗ് ഫോർമാറ്റിലേക്കൊക്കെ വന്ന് ഒരു എന്താ പറയാ ലൈക്ക് മൊത്തത്തിലൊരു ഫുട്ബോളിങ് എക്സ്പോഷർ ബാക്കിയുള്ള പ്ലേയേഴ്സിനും കിട്ടാൻ അതാണ് ഏറ്റവും ലൈക്ക് ബെസ്റ്റ് കാര്യം. ഇപ്പൊ ഈ SLK എക്സ്പീരിയൻസ് നിങ്ങളുടെ അക്കാഡമിയിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? ലൈക്ക് പിള്ളേർക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇതിന്റെ ഒരു ആവേശം? ഇത് ഫോളോയിങ് ഒക്കെ ഉണ്ടോ? SLK ഗെയിംസ് ഒക്കെ ഫോളോ ചെയ്യാം. നമ്മൾ കണ്ണൂർ വാരിയേഴ്സിന്റെ ഫാൻസ് ആണല്ലോ. ഇവരൊക്കെ എല്ലാവരും കണ്ണൂർ വാരിയേഴ്സ് പിന്നെ ടി വിയിലും മാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവര് തമ്മിൽ ഡിസ്കസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി പ്ലേയേഴ്സിനാ. പിന്നെ മുമ്പത്തെ ISL പ്ലേയേഴ്സ് ഒക്കെ കുറച്ച് ഇല്ലതുകൊണ്ട് ഇവർക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മളെ അക്കാഡമിയിൽ നിന്ന് ഒരു മാച്ചൊക്കെ കാണാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടിയിട്ട്. നമുക്കിനി ഇന്റർനാഷണൽ ഫുട്ബോളിലേക്ക് പോകാം. അതെ, ഇപ്പൊ ഇയർ എൻഡിങ് ആയല്ല, സീസണിന്റെ ഹാഫ് ആയി. ഓൾമോസ്റ്റ് സീസണിന്റെ ഹാഫ് ആയി. ഇപ്പൊ തന്നെ പല സംഭവങ്ങളാണ് നടന്നത്. ഒരുപാട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂ മാനേജേഴ്സ് എങ്ങനെ തോന്നുന്നു? ന്യൂ മാനേജർ അല്ല, ഇനി മുതൽ ന്യൂ ഹെഡ് കോച്ചാണ്. ഇനി കൂടുതൽ കാര്യമൊന്നും മാനേജ് ചെയ്യണ്ട, നിങ്ങൾ ടീമിനെ പരിശീലിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷെ കാണാൻ പറ്റും തോന്നുന്നത്. ഹി ഈസ് വെരി പോസിറ്റീവ്. റൂബൻ അമോറിം ഓൾറെഡി അത്യാവശ്യം വലിയ ക്ലബ്സ് ഒക്കെ അപ്രോച്ച് ചെയ്തതാണ് ഈ സീസണിന് സ്റ്റാർട്ടിങ്ങിൽ. അതൊന്നും ഇനി ആരും സമ്മതിക്കൂല. അതൊക്കെ വിട്ടേ നമ്മളെ തലയിൽ തന്നെ. അത് നമ്മളെ സിറ്റി ഫാൻ ഉണ്ടല്ലോ അൻഡുദ, അവൻ സമ്മതിക്കൂല. അത് ഇനിയിപ്പ എന്താ പറഞ്ഞോളൂ, ഇപ്പൊ ഒരു 2-3 മാച്ചസ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, പക്ഷെ ഗോൾ സ്കോറിങ് വരുന്നുണ്ട്.
ഇൻവോൾവ്മെന്റ് ഓഫ് അറ്റാക്കേഴ്സ് കാണാൻ തുടങ്ങി. ഐഡന്റിറ്റി ഇപ്പൊ ഒന്ന് കാണുന്നുണ്ട്. നമുക്ക് എടുത്തു പറയാം, ഇന്ന ഫോർമേഷനിലാണ് കളിക്കണത്. എല്ലാം പുള്ളി പറഞ്ഞു ഇന്റർവ്യൂവില്, പുള്ളിക്കൊരു ഐഡിയോളജി ഉണ്ട്, അത് വിട്ടിട്ട് ഒരു കളി ഉണ്ടാവില്ല, അതില് പറ്റണ രീതിയിലേ പോകാൻ പറ്റും. അതെ അതെ. പിന്നെ പുള്ളിയുടെ ആ ഒരു ട്രയൽ ആൻഡ് എറർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്ത് മാച്ചസ് ആണോ ചെറിയ മാച്ചസ് ആണോ നോക്കില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആർസണൽ മാച്ചിന്റെ മുന്നത്തെ മാച്ച് വൻ വിജയമായിരുന്നു. ആ ഗെയിമിൽ നേരെ രണ്ട് സിറിസ്കിനും പിന്നെ റാഷ്ഫോർഡിനെയും രണ്ടുപേരും സബ് ചെയ്തിട്ട് അമാദും ഇത് തന്നെ. പക്ഷെ അമാദ് ഒരു വൻ കംബാക്ക് ആയിരുന്നു കേട്ടോ. ഈ പുള്ളീനൊക്കെയാണ് ഈ ടെൻഹാഗൊക്കെ പിടിച്ച് ബെഞ്ചിൽ ഇരുത്തിയെന്നൊക്കെ പറയുന്നത്. ഈ സീസണില് അമാദ് തന്നെയായിരിക്കും. പുള്ളിയിൽ ആ ഒരു ഹങ്കർ ഉണ്ട്, ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന ഇതുണ്ട് നന്നായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ശരിയാവേണ്ട, ഡിഫൻസ് ആയിക്കോട്ടെ. ആർസനലിന്റെ മാച്ചിന് പക്ഷെ അത് ആക്ച്വലി എല്ലാ ടീമും ആർസനലിന്റെ അടുക്ക് ആരും അതിന് ഒരു സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല അല്ലെ. ആ ബാക്ക് ഓഫ് ദ ലൈൻ ഇവർ ഓടി ഫ്രണ്ടിലേക്ക് വരുന്നു, അത് അവരെ ഒരു ഓവർലോഡിംഗ് ആണ്, ബോക്സിന്റെ അകത്ത് ഭയങ്കര ഓവർ ക്രൗഡിങ് ആണ്. ഗോൾ കീപ്പറിനും കുറച്ചും ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട്. അതായത് ഒരാള് ഗോൾ കീപ്പറിനെ ബ്ലോക്ക് ചെയ്യണമെന്ന് റോൾ ഉണ്ട് ഓൾറെഡി. എന്നിട്ട് ഒരാള് എന്തായാലും ബോക്സിൽ നിന്ന് ഓടി വന്നിട്ട് പിന്നെ ബാക്ക് ലൈക്ക് ഏറ്റവും പോസ്റ്റിന്റെ സെക്കൻഡ് പോസ്റ്റിന്റെ അവിടെ ഒരു പ്ലെയർ എപ്പോഴും അവൈലബിൾ ആണ്. ലൈക്ക് ക്രോസ് ഉള്ളിലേക്ക് കൊടുക്കാനും എങ്ങനെയെങ്കിലൊക്കെ അകത്ത് കയറും. അതന്നെയാണ് സംഭവിച്ചത് സത്യം. ലൈക്ക് അന്ന് ലൈക്ക് ഒരു ലൈക്ക് ഗെയിമിൽ ബോക്സ് ടു ബോക്സ് അങ്ങനത്തെ ഒരു ഡോമിനേഷൻ ഒന്നും ആർസനലിൽ ഉണ്ടായിരുന്നു. നല്ല ഡിഫെൻഡിങ് ഒക്കെ ആയിരുന്നു അന്ന്. ലൈക്ക് ഗുഡ് ഗെയിം. നമുക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല, അവർക്കും ബോക്സിന്റെ ഉള്ളിലധികം ചെയ്യാനൊന്നും പറ്റും. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ 2 ഗോളും ലൈക്ക് വിചാരിക്കാത്ത ഗോളാ. പക്ഷെ അത് പ്രോപ്പർ ആർസനലിൽ അതായിരുന്നു വിചാരിക്കാത്തതും വിചാരിച്ചത് എല്ലാവർക്കും അറിയാം. എല്ലാ കളിയിലും ഒരു കോർണർ കൺവേർട്ട് ചെയ്യും. യുണൈറ്റഡ് വിചാരിക്കാത്തതും ആർസനൽ വിചാരിച്ചത്. ആർസനൽ ആക്ച്വലി പ്ലാൻഡ് ആയിരുന്നു. ലൈക്ക് എന്തായാലും ഗെയിം ഒക്കെ കണ്ടിട്ടുണ്ട്. പൊട്ടൻഷ്യൽ അവരുടെ പ്ലേ സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓപ്പൺ പ്ലേയില് നമ്മള് പിടിച്ചിരുത്തി, അത്രേ ഉള്ളു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ഒരു 7-8 മാച്ച് ഇങ്ങനെ ജയിച്ചു നിന്നിട്ടാണ് തോറ്റത്. നമ്മുടെ നെയ്ബേഴ്സിന്റെ കാര്യം അബദ്ധാണ്. അവർ 7 മാച്ചസ് ഒക്കെ കണ്ടിന്യൂസ് സിറ്റിന്റെ അടുത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. പെപ് ഗാർഡിയോള കാണിച്ചു കണ്ടില്ലേ, സത്യം. മുഖം സ്ക്രാച്ച് ചെയ്തു. പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ ഒക്കെ പുള്ളി മുഖത്തൊക്കെയാ കാണിക്കുന്നത്. എന്നിട്ടിപ്പോ ലിവർപൂളായിട്ട് തോറ്റപ്പോ മറ്റേ കൈവച്ച് എനിക്ക് 6 പ്രീമിയർ ലീഗ് ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിൽ ആ ഒരു ലെവലിലോട്ട് വരെ പോയി. അതെ, അതൊക്കെ പണ്ട് പുള്ളി മൊറീനിയൊക്കെ പറഞ്ഞു. അതെ, മൊറീനോ ഇപ്പൊ ഈ അടുത്ത് തന്നെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതിന് റിപ്ലൈ ആയിട്ട്. കാരണം മൊറീനോ അടിച്ച 3 ലീഗലി അടിച്ചതാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ 150 ചാർജസ് ഉണ്ടായിട്ടല്ല. അറിയാലോ ഈ മാനേജേഴ്സ്, മൊറീനോ ഓൾറെഡി എപ്പോഴും ഇങ്ങനെ തഗ് ഡയലോഗ് അടിക്കുന്ന ആളാണ്. എപ്പോഴും ആ ഒരു കോൺട്രവേഴ്സി സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാക്കി ലൈം ലൈറ്റിൽ എപ്പോഴും ഉണ്ടാവും. സിറ്റിയുടെ മെയിൻ പ്ലെയർ ആയ റോഡ്രി പോയ പിന്നെയാണ് ശരിക്കും താഴെ പോയത്. പക്ഷെ എന്നാലും ഞാൻ ഒരു പ്ലെയർ കൊണ്ട് താഴെ പോകുന്നല്ല, നമ്മൾ എല്ലാ ക്ലബ്സിനും ഈ സംഭവം ഉണ്ട്. നമ്മളിനി എന്ത് ഏറ്റവും വലിയ എക്സാമ്പിളാണ് റയൽ മാഡ്രിഡ് ഇതേ സെയിം ഒരു സംഭവം ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബിഗ് മാച്ചസ് ഒക്കെ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. എംബാപ്പയ്ക്ക് അവിടെ ലൈക്ക് ജെല്ലാവുന്നില്ല, എംബാപ്പ പൊസിഷൻ സെറ്റ് ആവുന്നില്ല, എംബാപ്പയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, കോൺഫിഡൻസ് വൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ യൂറോപ്പിലെ മിക്ക ബിഗ് ടീംസിനും ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷെ ലിവർപൂൾ തന്നെ ഈ സീസൺ ഉറപ്പ് കൊണ്ടുപോയി. ഇപ്പൊ തന്നെ ഏകദേശം 7 പോയിന്റ്സിന്റെ നല്ലൊരു കാര്യങ്ങളൊക്കെ പോയിന്റ് ഡിഫറൻസ് ഉണ്ട്, നല്ല ഗോൾ സ്കോറിംഗ് ഉണ്ട്. അതെ, മുഹമ്മദ് സലാ അറിയാലോ, എല്ലാ സീസണിലും ഗോളും അസിസ്റ്റും ഒക്കെ എപ്പോഴും ഉണ്ടാവും. മുഹമ്മദ് സലാന്റെ കൺസിസ്റ്റൻസി ഭയങ്കരം തന്നെ അല്ലേ. പുള്ളി എല്ലാ രീതിയിലും പുള്ളിനെ മീഡിയാസ് എല്ലാവരും തന്നെ 1 സീസൺ വണ്ടർ താഴ്ത്തി കളഞ്ഞാണ്. അതെ, പുള്ളി ഇപ്പൊ കഴിഞ്ഞ 5 സീസൺ ആയിട്ട് കത്തി നിൽക്കുന്നുണ്ട്. പുള്ളി തന്നെ പ്രീമിയർ ലീഗിൽ ഇപ്പം. അതെ, പുള്ളിയും ഹാരി കെയ്നൊക്കെ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരുന്നു. ലിവർപൂളിന് പിന്നെ കുറച്ച് ലക്കി ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അവർക്ക് ആ തുടക്കത്തിൽ കുറച്ച് ചെറിയ ടീംസ് കിട്ടിയത് കമ്പാരിറ്റീവ്ലി. പിന്നെ ഓൾറെഡി അത്യാവശ്യം നല്ല ടീമും ഉണ്ട്. അവരത് കോച്ച് ചെയ്തെടുക്കണ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അല്ല അതാ ഞാൻ പറഞ്ഞ ലൈക്ക് ആ ഒരു എല്ലാ ഫാക്ടേഴ്സും ഒന്നിച്ചു കൂടുമ്പോൾ തന്നെയാണ് ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്നത്. ഏകദേശം അൺബീറ്റബിൾ ടീമാണ്. റയൽ മാഡ്രിഡിനെ പൊട്ടിച്ചു, യുണൈറ്റഡ്, ആർസണല്, സിറ്റി. ഇവര് ആകെ തോറ്റത് ഇത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അത് സ്വാഭാവികം. ആൻഫീൽഡിലാണ് തോറ്റത് 1-0. അതുകൊണ്ട് അൺബീറ്റൻ ആവില്ല ഈ സീസൺ. പക്ഷെ അത് കുറച്ച് ടഫാണ്. പിന്നെ അതേപോലെ തന്നെ ചെൽസിയും അടിച്ച് കയറിയില്ല ഇപ്പൊ, തേർഡ് എന്താണ് ചെൽസിയും. എല്ലാ കളിയും നല്ല സ്കോറിംഗ് ഒക്കെ ഉണ്ട് ഇപ്പൊ. നമ്മളൊഴികെ എല്ലാ ക്ലബ്സും പെർഫോമിംഗ് ആണ്. ഇപ്പൊ ഇത്രയും ഗെയിം തോറ്റു എന്ന് പറഞ്ഞാലും സിറ്റിയും 2ാമത് 3ാമതുണ്ട്. അതെ, ഓൾറെഡി പോയിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് താഴോട്ട് പോയത്. ഡ്രോപ്പ് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവർക്കും റിക്കവറിക്കൊക്കെ ഒരു സാധ്യത കുറവാണോ എന്നൊരു സംശയം ഉണ്ട്. കാരണം 8 പോയിന്റൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതെ. പക്ഷെ ഇവരെ ഇപ്പൊ പറയാനും പറ്റൂല. പഴയ ലിവർപൂൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഉറപ്പായിട്ടും. ലൈക്ക് ഡിസംബർ ക്രിസ്മസ് വെക്കേഷനൊക്കെ ശേഷം ഇവരെ അങ്ങ് കൊണ്ട് കളി എപ്പോഴും ഇല്ല. എപ്പോഴും നമ്മള് ലിവർപൂളും യുണൈറ്റഡും ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും. അത് എനിക്ക് പിന്നെ യുണൈറ്റഡിനെ കാണൂല, ലിവർപൂൾ താഴെ പോകും. അതെപ്പോഴും ഇല്ല അവർക്ക്. പറയാൻ പറ്റില്ല, അവര് വർഷം നല്ല ഫോമില. ഒരു ബ്രേക്ക് വന്ന് അത്യാവശ്യം നല്ല ബ്രേക്ക് വന്നിട്ട് പിന്നെ റിക്കവറി ഇല്ലെങ്കിൽ പണി കിട്ടും. പ്ലെയർ ഇഞ്ചുറീസും കുറവാണ്. അത് പറയണ്ടേ, ഇപ്പൊ ഈ സീസണിൽ തന്നെ എത്ര പ്ലെയേഴ്സ് ഇഞ്ചുറി ആണ്. ഓൾറെഡി ഇപ്പൊ കൊറേ ടൈം കൂടിയല്ലോ. ഇപ്പൊ കഴിഞ്ഞ കളി ലൂക്ക് ഷോ വന്നു, വന്നിട്ട് പോയി. പിന്നെ മറ്റേ മെസ്സേജ് ഇട്ട് ഫാൻസിന്റെ അടുത്ത് കുറച്ച് പരിക്കുണ്ട്, പിന്നെ വരാന്നുള്ള രീതിയില്. പുള്ളിക്കാരനെ ഭയങ്കര ട്രൈ ചെയ്യുന്നൊരു മനുഷ്യനാ. എന്ത് ഇതുണ്ടെങ്കിൽ കംബാക്ക് അടിക്കാൻ ട്രൈ ചെയ്യുന്നൊരു മനുഷ്യനാ. പുള്ളിക്ക് ശരിക്കും ഒരു റിക്കവറി ഇല്ലാത്ത രീതിയിലുള്ളൊരു ഇഞ്ചുറിന്നാണ് തിരിച്ചു വന്നത്, ലെഗ് ഇഞ്ചുറിന്ന്. ആദ്യത്തെ ഫസ്റ്റത്തെ അതാണ് ഈ റെക്കറിങ് ആയിട്ട് പിന്നെ വരണത് ചെറുതായിട്ട്. പ്രൊഫഷണൽ പ്ലേയേഴ്സ് തിരിച്ചു വരും എങ്ങനെ വരും. പക്ഷെ അവർക്ക് റിക്കവറിന്റെ ടൈം കിട്ടിയാൽ തന്നെ അവരെല്ലാരും തിരിച്ചു വരും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോ ആ ടീമിലേക്ക് പിന്നെയും ഫുള്ളി ഫിറ്റ്നസ്സിൽ ഇൻവോൾവ് ആവാൻ പറ്റണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ നമ്മള് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, സ്പോർട്ടിങ്ങിന്റെ സ്ട്രൈക്കർ വിക്ടർ ഗ്യോക്കറസ്. സീൻ മനുഷ്യനാട്ടോ. ഇപ്പൊ 60 ഗോൾ എന്തായി കലണ്ടർ ഇയറിൽ. റൂബൻ അമോറിമിന്റെ പ്രൊഡക്റ്റ് ആണ്. നമ്മളും അങ്ങനത്തെ ഒരു സ്ട്രൈക്കറിനെയാണ് പ്രതീക്ഷിക്കുന്നത്. 60 ഗോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിനെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ വലിയ ടീമുകൾ. സിറ്റി തോറ്റല്ലേ സ്പോർട്ടിംഗ് ആയിട്ട് 4-1, അപ്പോഴും അടിച്ചിട്ടുണ്ട്. പിന്നെ സെലിബ്രേഷനും കുറച്ച് ഫേമസ് ആണല്ലോ ഇപ്പൊ, പോക്കർ ഫേസ്. എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മീഡിയാസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് ഒരു ഹൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ 2 വർഷം കൊണ്ട് ഡെഡ്ലി സ്ട്രൈക്കറിനെ ക്രിയേറ്റ് ചെയ്തു. അതെ. കഴിഞ്ഞ സീസണും പുള്ളിക്ക് നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഗോളും അസിസ്റ്റും 2. പുള്ളി വേറെ ലെവലാ, വേറെ മൂഡിലായി. പുള്ളി തന്നെ ഒന്ന് ടോപ്പ് അല്ലേ. 60 ഗോൾസ് വേറെ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. ഈ സീസൺ കഴിയുമ്പോ അറിയാം. ചാമ്പ്യൻസ് ലീഗ് എല്ലാവരുടെ അവസ്ഥ കണ്ടല്ലോ അല്ലെ. സിറ്റി ഒക്കെ താഴെ, റയൽ മാഡ്രിഡ് ഏറ്റവും താഴെ ഏകദേശം. PSG ലിസ്റ്റിലില്ല ക്വാളിഫിക്കേഷൻ. അതെ, ഈ ഒരു സ്റ്റൈൽ വരുമ്പോ ലൈക്ക് ബാക്കിയുള്ള ടീംസിനൊക്കെ കുറച്ചും കൂടിയും ലീഗ് ഫോർമാറ്റ് ആയതുകൊണ്ട് ബാക്കിയിലെ കുറേ ടീംസ് ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. റൗണ്ട് ഓഫ് 16 ഒക്കെ വരുമ്പം കാര്യങ്ങളൊക്കെ മാറും. അപ്പോഴാണ് പഴയ രീതിയിലോട്ട് തന്നെ. പക്ഷെ ഇപ്പൊ ലീഗ് ഫോർമാറ്റ് വന്നപ്പോ കണ്ടില്ലേ, വലിയ ടീം ചെറിയ ടീം ഒന്നുമില്ല. നല്ല ഗോൾ സ്കോർ ചെയ്ത് വിൻ ചെയ്ത അവര് തന്നെ മേലെ കയറും. ഇപ്പൊ ഈ റയൽ മാഡ്രിഡ് ബാഴ്സലോണയൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ലാലിഗ പോലത്തെ അത്ര അഗ്രസീവ് അല്ലാത്തൊരു ലീഗാണല്ലോ ശരിക്കും. ലാലിഗ ഒരു ടെക്നിക്കൽ ലീഗാണല്ലോ. ഇവിടത്തേക്ക് വരുമ്പോ മാറി. അപ്പൊ ഇവര് ഇങ്ങനത്തെ ഒരു ലീഗ് ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല. അതെ. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോ അതിന്റെ ഡിഫറൻസ് ശരിക്കും ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കോമ്പറ്റീറ്റീവ് സാധനം ശരിക്കും മനസ്സിലാവാൻ തുടങ്ങി. നമ്മളിപ്പോ പ്രീമിയർ ലീഗ് ഒക്കെ നമ്മളെപ്പോഴും പറയാലോ, ഈ ലാ ലീഗ പ്രീമിയർ ലീഗ് ഡിസ്കഷൻ വരുമ്പോഴാണ് പറയുന്നത്. ഇപ്പൊ അവര് ചെറുങ്ങനെ ഫേസ് ചെയ്യാൻ തുടങ്ങി. വേറെയും ഫോർ എക്സാമ്പിൾ ഈ പോർച്ചുഗൽ ലീഗൊന്നും നമ്മളൊന്നും ആരും കാണാത്ത ലീഗാണ്. അവര് വന്നിട്ടാണ് സിറ്റീനെ, ഫോമിലുള്ള സിറ്റീനൊക്കെ അവരാ തുടക്കിട്ട് ഏകദേശം ചാമ്പ്യൻസ് ലീഗിൽ എപ്പോഴും
സിറ്റി എന്നല്ല, എല്ലാ ടീമും വലിയ ടീമിനെ ഇറക്കുക. ആ ടീമിനെയാണ് 4-1 അടിക്കുന്നത്. 4 അടിക്കണമെങ്കിൽ ചില്ലറ. ആ ടീമിന്റെ മൈൻഡ് സെറ്റ് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം ഇവരൊക്കെ ചാമ്പ്യൻസ് ടീമല്ലേ, ഒരു അറിയുന്ന പ്ലെയർ പോലും ഇല്ലാത്ത ടീമൊക്കെ വന്നിട്ട് അടിച്ചിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ടീമിനെ കോച്ച് ചെയ്തെടുത്തു 5 വർഷം കൊണ്ട്. അതെ, അതാണ് നമ്മള് യുണൈറ്റഡും ചെയ്യേണ്ട ഒരു കാര്യം. ടൈം കൊടുക്കുക, വേണ്ട പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് കൊടുക്കുക. യുണൈറ്റഡും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണ മറ്റ് ക്ലബ്സും ഹെഡ് കോച്ചിന് സമയം കൊടുക്കുക, പ്രൊജക്റ്റില് വിശ്വാസം വേണം. ഇത് ഒരു ഗെയിമോ കാര്യങ്ങളോ യുണൈറ്റഡ് ഒക്കെ ചെയ്യുന്ന എനിക്ക് അത് ഭയങ്കരമായിട്ട് തോന്നിയില്ല. ഇപ്പൊ ടെൻ ഹാഗിന്റെ കാര്യമാണെങ്കിലും യുണൈറ്റഡ് ഒക്കെ എന്ത് ചെയ്താല് ഈ ട്വിറ്ററിലൊക്കെ അപ്പൊ തന്നെ ന്യൂസ്. അതെ അതെ, അത് യുണൈറ്റഡ് അല്ല, നമ്മളിങ്ങനെ വലിയൊരു സ്ഥലത്ത് നിന്നിട്ട് താഴോട്ട് പോയി അപ്പൊ ആൾക്കാരുണ്ടാവും കുത്തി നോവിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ല, അത് കുഴപ്പമില്ല, നമുക്ക് കോമ്പറ്റീറ്റീവായിട്ട് തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫോർമാറ്റ് മാറിയല്ലോ, ഫോർമാറ്റ് മാറിയപ്പോ ലൈക്ക് അന്നേരം മനസ്സിലാവും നമുക്ക് ഓരോ ടീമിനെ ശരിക്കും പരീക്ഷിക്കുക. ഓരോ ടീമും എത്രത്തോളം ആ കോമ്പറ്റൻസി കാണിക്കുന്നുണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു ടോപ്പ് 10 നോക്കി നമുക്ക് അറിയാത്ത കുറെ ക്ലബ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെയാണ് ടോപ്പിലുള്ളത്. അല്ല, ഒരു ജനറേഷൻ കഴിഞ്ഞതിന്റെ ഒരു ശരിക്കും കണ്ടതാണ്. മറ്റേ അലക്സ് ഫെർഗൂസൺ കഴിഞ്ഞ പിന്നെ അത് പുള്ളിനെ റീപ്ലേസ് ചെയ്യാൻ ആളില്ല. നമ്മളെപ്പോഴും പുള്ളിനെ റീപ്ലേസ് ചെയ്യാൻ ആളെന്ന് പറഞ്ഞ് മീഡിയക്കാരും എല്ലാരും പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി. അല്ല, അതാണ് ഒരു ബെഞ്ച് മാർക്ക് വെക്കാന്ന്. ഫോർ എക്സാമ്പിൾ ലിവർപൂൾ ഇപ്രാവശ്യം മുതൽ ഡിഫീറ്റ് ഫേസ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ അവര് പറയും ക്ലോപ്പിന്റെ സ്റ്റാറ്റ് നോക്കിയാൽ അങ്ങനെ വലിയ കൊലക്കുന്ന സ്റ്റാറ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ആൾക്കാര് കമ്പാരിസൺ വരാൻ തുടങ്ങും ക്ലോപ്പിനെ വെച്ചിട്ട്. അതെ, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, യൂറോപ്പ ലീഗ് ഉണ്ട്, പ്രീമിയർ ലീഗ് ഫുൾ സെറ്റ് അടിച്ചു, 6 കപ്പും അടിക്കാൻ പറ്റിയ പോസിബിൾ ആയിട്ടുള്ള 6 കപ്പും എല്ലാ കപ്സും എടുത്തിട്ട് അങ്ങനെ നിൽക്കുന്ന ടീമൊക്കെ അതുപോലെ തന്നെ വരണം. അതെ അതെ, അത് എന്താന്ന് വെച്ചാ അത് 8-9 വർഷമൊക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ നേടിയെടുത്തത്. നമ്മൾ ഈ 2 വർഷം കൂടി ഇപ്പൊ തന്നെ ആളെ തട്ടും. അതെ, സ്ട്രക്ചർ പോയി. പുതിയ മാനേജർ വരുമ്പോ ടീമിന്റെ ഒരു ഭയങ്കര ഇപ്പൊ റാഷ്ഫോർഡിനെ ഒക്കെ കണ്ടാൽ ഈ റാഷ്ഫോർഡൊക്കെ എപ്പോ ചെയ്യുന്ന കാര്യം, ഏത് മാനേജർ മാറിയോ അപ്പൊ തന്നെ പുള്ളി വൻ പെർഫോമൻസ് അങ്ങ് കാഴ്ചവെക്കും. ആദ്യം വീണ്ടും ബാക്ക് ടു മറ്റേ ഫോം ഔട്ട്. അറിയില്ല അതിന്റെ ഒന്നും ഒരു ലോജിക്ക് ഇതന്നെ എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഈ ഫാൻസുകാർ മണ്ടന്മാർ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യും. അല്ല, ഇവരൊക്കെ പ്രാക്ടീസും കാര്യമൊക്കെ ഇന്റൻസ് ആണ്. അതെ അതെ, അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. പക്ഷെ എന്തോ ഇവരങ്ങനെ അങ്ങനെ നിന്ന് പോകും. പിന്നെ ഒരു ഇതെത്തി കഴിയുമ്പോ അങ്ങനെ നിലനിൽപ്പ് ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോ നിക്കാനുള്ളൊരു ഇത് വന്നു കഴിയുമ്പോ പിന്നെ ഒരു ലാഗാണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഒരു മാനേജേഴ്സിന്റെ മാത്രം പറയുന്നത്. പ്ലേയേഴ്സിന്റെ സൈഡിലും കുറെ ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു ഹെഡ് വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇല്ല. പ്ലെയറിനോടൊന്നും പിന്നെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഫോർ എക്സാമ്പിൾ സാൻചോ നൈറ്റിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ ചെൽസി പോയിട്ട് എന്താ ചെയ്യുന്നേ, പുള്ളിന്റെ അഡ്രസ് ഇല്ല. നമ്മളെടുക്കുമ്പോ ഇതൊക്കെ എല്ലാരും ഭയങ്കര പ്രശ്നമായി പറയാറുണ്ട്. ഇപ്പൊ 2-3 കളിയായിട്ട് 2-3 സ്റ്റാറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ടെക്നിക്കൽ റീസൺ ഇപ്പൊ യുണൈറ്റഡ് പറഞ്ഞ സെയിം റീസണിൽ തന്നെയാണ് ഇവനെ കളിപ്പിക്കാണ്ടിരുന്നത്. അതായത് ഡ്യൂ ടു ടെക്നിക്കൽ റീസൺസ് എന്ന് പറഞ്ഞിട്ടാണ് യുണൈറ്റഡ് ആദ്യം സാൻചോനെ പ്ലേയിങ് ലെവലിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. മറ്റേ ടെൻ ഹാഗ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ മീഡിയക്കാരെല്ലാരും പറഞ്ഞു സാൻചോനെ എല്ലാരും നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു തേച്ചു. ഇതേ സംഭവം തന്നെ ഇവരും ചെയ്തത്, ചെൽസി ചെയ്ത്. പക്ഷെ മീഡിയക്കാര് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ല, ഒന്നും പറയൂല. ടെക്നിക്കലിന് മാത്രമായി അതാ ടെക്നിക്കൽ റീസൺ ആയി. ഇപ്പൊ ആ ചെറിയ ടീമൊക്കെ ആയിട്ട് 2 ഗോളൊക്കെ അടിച്ചു പോകുന്നുണ്ട് ഇപ്പൊ. അത് അത്രേ ഉള്ളൂ. യുണൈറ്റഡിന് ഒരു പ്രഷർ ഉണ്ട്. മൊത്തത്തില് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമുക്ക് കാണാം. ഇനി യൂറോപ്പില് ബോക്സിംഗ് എന്താ പറയാ അൺപ്രെഡിക്റ്റബിൾ ആയി തുടങ്ങി. ഭയങ്കര ഫാക്ട് ആക്ച്വലി ടീംസിന് എല്ലാ മാച്ചസും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കാം. മിഡ് വീക്ക് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്കും ഇല്ലല്ലോ, മാർച്ചിലെ ബ്രേക്ക് ഉള്ളൂ. എല്ലാ ടീംസും 13 ഗെയിമേ കളിച്ചിട്ടു. ഇനിയും 5 മാച്ചസ് ഡിസംബറിന് മുന്നേ. അതല്ലാതെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, FA കപ്പ് ഉണ്ട്, EFL ഉണ്ട്. എല്ലാവർക്കും ലീഗ് കപ്പ്, FA കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിങ് ജനുവരി സ്റ്റാർട്ട് ചെയ്യും. അതെ, ലീഗ് കപ്പ് എല്ലാം ഫേസ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സ്ഥലത്ത് നിന്നല്ലല്ലോ കളിക്കണത്. ട്രാവൽ ചെയ്ത് തിരിച്ചു വരണം. അല്ല ആക്ച്വലി ഹെക്ടിക് ഷെഡ്യൂൾ ആണ്. ഇപ്പൊ
പക്ഷേ അപ്പോഴാണ് മാനേജേഴ്സിന്റെ കഴിവ് ഇവിടെ നമ്മള് കാണാം. കാണാം. ഈ സ്ക്വാഡ് റൊട്ടേഷൻ ഇതൊക്കെ ശരിക്കും മനസ്സിലാവുന്ന ടൈമാണ്. അതെ. അപ്പൊ ചില കളികളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മറ്റേ ഇപ്പൊ നമ്മള് അഹമ്മദിനൊക്കെ ബെഞ്ചിൽ ഇരുത്തി സ്റ്റാർട്ടിങ് ഇപ്പൊ ലാസ്റ്റ് കളി ആഴ്സണലിന്റെ ഫോമിലുള്ള ആളെ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നൊക്കെ ചോദിക്കും. അതിന് കാരണമുണ്ട്. ഇത് ഫിറ്റ്നസ് നോക്കണമല്ലോ, മാനേജ് ചെയ്യണ്ടേ. അല്ലെങ്കിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഭയങ്കര ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള. അതെ. ഇതിനിപ്പോ പുതിയ പ്ലേയേഴ്സ് വന്നാലേ കാര്യമുള്ളൂ. അറിഞ്ഞൂടാ, എല്ലാം നമുക്ക് അറിഞ്ഞൂടാ. അതെ അതെ, എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പൊ ഈ സീസണിൽ ഇപ്പൊ സിറ്റി, റയൽ മാഡ്രിഡ് എല്ലാ വലിയ ടീമും താഴെ പോകുന്നു. യുണൈറ്റഡ് കുറെ കളി ജയിക്കുന്നു. അൺബീറ്റൺ ആയിരുന്നു. അൺബീറ്റൺ 10 കളി അങ്ങനെ എന്തോ അൺബീറ്റൺ ആയിരുന്നു. അതിന്റെ ഇടയിൽ പുതിയ ലീഗ് ഫോർമാറ്റ്, മറ്റേ ചാമ്പ്യൻസ് ലീഗിന്റെ ഒക്കെ പുതിയ ഫോർമാറ്റ്, എല്ലാം ഒരു സീനാണ്. അപ്പോ ഗൈസ് നമ്മള് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്കറിയാം കുറെ ഗ്യാപ്പ് വന്നു. അപ്പൊ നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യണം. നമുക്കും ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം അല്ലെ? ലിവർപൂളും സിറ്റി പോയിന്റ് അതുപോലെ നമുക്കും ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യണം. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം വീഡിയോസും കാര്യങ്ങളായിട്ട് വരാൻ. അതെ, നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ കീപ് സപ്പോർട്ടിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.